വിജയിക്കുക എന്നുള്ളത് പോലുമല്ല. കാരണം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുന്നത് അത് കയ്യടി അർഹിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ആ ധൈര്യത്തോട് കൂടിയിട്ട് നമ്മുടെ വെല്ലുവിളിയെ സധൈര്യം നേരിട്ട് കൊണ്ട് വന്നിരിക്കുന്ന അടുത്ത മലപ്പുറംകാരിക്ക് കയ്യടി കൊടുക്ക്. എന്താ പേര്? മൈക്കിൽ പറ. തസ്നി പറയട്ടെ. എന്റെ വീട്ടുകാരൊക്കെ ഉറപ്പുണ്ടാവും. വീട്ടുകാർ കാണട്ടെ. തസ്നി വന്നിട്ട് അല്ലാതെ വിളിച്ച് ടിപിന്ന് വിളിക്കുന്നത് കാണട്ടെ. അതെ, എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈഡി കൊടുക്ക്. കൊണ്ടോട്ടി മുഴുവൻ കേൾക്കണം. അതെ, കൊണ്ടോട്ടി അല്ലെങ്കിൽ എടവണ്ണപ്പാറ, കൊണ്ടോട്ടി, ഈ പരിസര പ്രദേശം മലപ്പുറം വരെ കേൾക്കാം. റെഡി? തസ്നി എന്താ ചെയ്യുന്നത്? തസ്നി ആ ഫ്ലോ അങ്ങ് പോയി. തസ്നി എന്താ ചെയ്യുന്നത്? ബിസിനസ് ആണ്. എന്ത് ബിസിനസ് ആണ്? ഇൻഷുറൻസ് കമ്പനിയാണ്. ഇൻഷുറൻസ് കമ്പനിയാണ്. ഏത് ഇൻഷുറൻസ് കമ്പനിയാണ്? ഏതിലാണ് വർക്ക് ചെയ്യുന്നത്? സ്വന്തമായിട്ട് ഓഫീസിന്റെ എല്ലാം ഇതുണ്ട്. എല്ലാം വാഹന ഇൻഷുറൻസ് ഉണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ക്ലെയിം ഒക്കെ കിട്ടാനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഒരാൾക്കും ക്ലെയിം കിട്ടരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു അപകടം ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. തസ്നി, your time starts now. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ കേരളം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. അത്യാവശ്യം 14 ജില്ലയിൽ പോയിട്ടുണ്ട്. ഏറ്റവും നല്ല റോഡുകൾ കണ്ടിട്ടുള്ള 2 സ്ഥലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് കോട്ടയം ജില്ല, പിന്നെ മലപ്പുറം. ഈ മലപ്പുറത്തും കോട്ടയത്തും ഗട്ടറുകളില്ല. പക്ഷെ തസ്നിയുടെ സംസാരത്തിൽ എവിടെയും ഒരു ഗട്ടർ ഉണ്ടായിരുന്നു. അമ്പ് ചാടിയതാണോ? അല്ലല്ല, പെട്ടിയാട്ടോർഷ കയറ്റം കയറി പോകുന്നുണ്ടിട്ടുണ്ട് ലോകം വെച്ച്. അതേമാതിരി ഈ അർക്കമല്ലിന്റെ വേസ്റ്റ് കൊണ്ട് വന്ന് പെട്ടി ഓട്ടർച്ച കയറ്റം കയറുന്ന ഒരു കാഴ്ച. അതെ, ശബ്ദം. പക്ഷേ ഉണ്ടല്ലോ, തസ്നി വളരെ സൂക്ഷിച്ചാണ് തുടങ്ങിയത്. തസ്നിക്ക് അറിയാവുന്ന ഒരുപാട് അലറി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് അങ്ങേ അറ്റം വരെ എത്താൻ പറ്റില്ല. അതുകൊണ്ട് തസ്നി ഭയങ്കര ബുദ്ധിപരമായിട്ട് സൈക്കോളജിക്കൽ മൂവ് ആയി പോയി. പക്ഷെ 9-10 വന്നോളൂ. പാവം തസ്നി 2 അക്കം കടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും വന്നവരുടെ മുഴുവൻ മനസ്സ് കീഴടക്കിയ തസ്നിക്ക് ഒരു കൈയടി. എല്ലാവരും ചേർന്ന് ഗംഭീര കൈയടി കൊടുക്കുക. അപ്പൊ എല്ലാരും ഇൻഷുറൻസ് എടുക്കട്ടെ. അതെ, അപകടങ്ങളൊന്നും ആർക്കും പറ്റാതിരിക്കട്ടെ. ആ ക്ലെയിം ഒന്നും ആർക്കും ക്ലെയിം ചെയ്യാതിരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത ആള്